ഹായ് അശ്നബു, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂഡൽഹി ഒരു യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ബസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതോ ഒരു സ്കൂളിന് ആരോ കത്തിക്കുന്നുണ്ട്, ഏതോ ആളിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരൊക്കെയോ എന്നല്ല, മതഭ്രാന്ത് പിടിച്ചവർ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷമാണോ ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ച ചെയ്യുന്നു. ഒരിക്കലും ഇതൊരു ഹിന്ദു മുസ്ലിം സംഘർഷമല്ല. ഒരു ഹിന്ദു മതത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിക്കും ഉള്ളൊരു സംഘർഷമല്ല. നമ്മൾ ഹിന്ദുവും മുസ്ലിമൊക്കെ ഒരു ഹ്യൂമാനിറ്റിയോടുകൂടി ഒരു മനുഷ്യത്തോടുകൂടി ഒന്നിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അതിൽ ചിലരായിട്ടുള്ള കുറച്ച് മതത്തിനെ തന്നെ ഒരു പ്രാന്തായി കണ്ട കുറച്ച് പേരുണ്ടാവും. സോ അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന അവർ ചെയ്യുന്ന ഒരു യുദ്ധമായിട്ട് ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം മുമ്പ് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ ഓർ NPR NRC ഇങ്ങനെ കുറച്ച് ബിൽസൊക്കെ വന്നിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പോകണം, ഇന്ത്യക്ക് മേൽ വന്നിട്ട് ഇത് ചെലുത്താൻ പോകണം പറഞ്ഞ സമയത്ത് അതിനെതിരായി പ്രതിഷേധിച്ച്, അതായത് ആൻറ്റി CAA പ്രൊട്ടസ്റ്റേഴ്സ്, ഇതിനെ എതിർക്കുന്നവർ, ഇതിനെ ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർക്കും ഇതിനെ അനുകൂലിക്കുന്നവർക്കും തമ്മിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഒരു 3 ദിവസം മുമ്പ്, കറക്റ്റായി പറയുന്നതിന് ട്രംപ് വരുന്ന ദിവസം അതിന് മുമ്പ് തന്നെ ചെറിയ രീതിക്ക് ഉണ്ട്, അതിന് മുമ്പും ഉണ്ടായിരുന്നെങ്കിൽ പോലും ട്രംപ് വരുന്ന ദിവസമായിരുന്നു മെയിനായിട്ട്. സോ അന്ന് തുടങ്ങണോ, അന്ന് ഞാൻ വായിച്ച സമയത്ത് 3 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വെറും 3 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെറും എന്ന് പറയാൻ പറ്റില്ല, അതും 3 പേരും 3 ജീവനാണ്. കൊന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിന് മരണപ്പെടാനുള്ള കാരണം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മനുഷ്യൻ തന്നെയാണ്. ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള 3 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് 3 ദിവസം മുമ്പ്. ബട്ട് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയത്ത് 35-ലധികം ആൾക്കാർ മരണപ്പെട്ടു പോയി ഈ ഒരു കാര്യം കൊണ്ട്. 1.5 മാസമായിട്ട് തന്നെ ഈ ബില്ല് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അത്രത്തോളം പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യ ഒട്ടാകെ, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യയിലുള്ള മിക്കവാറും സ്റ്റേറ്റ്സുകളിലും അതിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ, ആ ബില്ലിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രംപ് വരുന്ന ദിവസം ഒരുപാട് ഡൽഹിയിലായിരുന്നു മെയിനായിട്ട് പ്രൊട്ടസ്റ്റ് നടന്നത്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും, ആ സ്ഥലങ്ങളുടെ പേരൊക്കെ ഒരു ഹിന്ദി പേരായ കാരണം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് തെറ്റിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാതിരിക്കുന്നത്. ബട്ട് ഡൽഹിയിൽ പല ഭാഗങ്ങളും, നോർത്തേൺ സൈഡ്സിലും അങ്ങനെയുള്ള പല ഭാഗങ്ങളുമായിട്ട് ഇപ്പോൾ അത്രത്തോളം, അതായത് ആൾക്കാർ പുറത്തിറങ്ങാനടക്കം അത്രത്തോളം ആലോചിക്കേണ്ട അവസ്ഥ, ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ പോയി അവരിനെ പോയി അടിക്കുന്നത്, അത്രത്തോളം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യരെ ഇനിയൊരു മനുഷ്യരെന്നെ പേടിക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ, ഈ ഡെമോക്രാറ്റിക് വേൾഡ് അല്ല, ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു മനുഷ്യരെ തന്നെ ഇനിയൊരു മനുഷ്യർ പേടിക്കേണ്ട ഒരു അവസ്ഥ. അവർ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും, നമ്മുടെ ജീവൻ എടുക്കാനുള്ള കാരണമാവോ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമാവോ, നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ പലരും വീട്ടിൽ നിന്ന് ഒളിഞ്ഞു പോവുക അല്ലെങ്കിൽ വീട്ടിൽ കയറാനടക്കം ആലോചിക്കുക. എൻ്റെ അതല്ലാതെയും ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞില്ല, ഇത് നടന്നൊരു സ്റ്റോറിയാണ്, ഡൽഹിയിൽ നടന്നൊരു സ്റ്റോറിയാണ്. ഒരു മകൻ അയാളുടെ അച്ഛനെ വന്നിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് ചേർന്ന് നല്ല തല്ലി ചതച്ചിരിക്കുന്നു. അതിനുശേഷം ആ ഒരു മകൻ എന്ത് ചെയ്യണു, അവരിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി 2 വീലർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് വന്ന് തടയണം. ആ തടയുന്ന സമയത്ത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ഒരു കാട്ടുതീ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുമാതിരി ഒരു ഓട്ടോ അവിടെ കത്തിക്കൊണ്ടിരിക്കണു, ഇവിടെ ബസ് കത്തിക്കൊണ്ടിരിക്കണു, ആരെയോ ചേർന്ന് കുറച്ച് ഗ്യാങ് ഓഫ് ആൾക്കാർ അവിടെ തല്ലിക്കൊണ്ടിരിക്കണു. അപ്പോൾ അവരെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ് വന്നിട്ട് അവരെ തടഞ്ഞിട്ട് ചോദിക്കണു എൻ്റെ പേരെന്താണ് ചോദിക്കണോ അവരെടുത്ത്. സോ ഇത് ഞാൻ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്യൂരിയോസിറ്റിയോടെ ആലോചിക്കണം, എന്തായിരിക്കും ഒരു പേര്, ഒരു മുസ്ലിം പേരായിരിക്കും, ഒരു ഹിന്ദി പേരായിരിക്കുന്നു. ബട്ട് അതല്ല അതിൻ്റെ മാറ്റർ. ഒരു മുസ്ലിം പേരാണെങ്കിലും, ഒരു ഹിന്ദു പേരാണെങ്കിലും, ഒരു ക്രിസ്ത്യൻ പേരാണെങ്കിലും, ഒരു ഇനിയൊരു മനുഷ്യനെ ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു പേര് വെച്ചിട്ട് മാത്രമാണ്. സോ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഭൂമിയിൽ നിന്നും മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും ഒട്ടാകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം ഇല്ലാതെ വെറും ഏതോ ഒരു ജാതിക്ക് വേണ്ടി, ഒരു മതത്തിന് വേണ്ടി, ഈ ജാതിയും മതമൊക്കെ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി വന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്നു. ബട്ട് അതിനു വേണ്ടി തന്നെ, ഒരു ജാതിക്ക് വേണ്ടിയും ഒരു മതത്തിന് വേണ്ടിയും ഒരു മനുഷ്യരെ കൊല്ലുന്നത്ര ഈ ഒരു കാര്യത്തിൽ എത്താൻ അത്ര ഒരു വലിയ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ബട്ട് ഇപ്പോൾ പലരും ജീവൻ നഷ്ടപ്പെട്ട് 200-ലധികം ആൾക്കാർ ഹോസ്പിറ്റലിലാണ് പല ഇഞ്ചുറീസുമായിട്ട്. 35ഓളം ആൾക്കാർ മരണപ്പെട്ടു പോയി ഇതുമായി ബന്ധപ്പെട്ട്, ഒരു പോലീസ് ഉൾപ്പെടെ. ആൻഡ് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യണു, ഒരു സാധാരണ ഒരു പബ്ലിക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ഗണ്ണെടുത്ത് പോലീസിനെ തന്നെ പേടിപ്പിക്കണു, മാനത്ത് വെടിവെക്കണു, റോട്ടിൽ വെടിവെക്കണു. സാധാരണ ഒരു വ്യക്തിയുടെ കയ്യിൽ എങ്ങനെ ഗണ്ണ് വന്നു? സോ അത്രത്തോളം ഒരു യുദ്ധഭൂമിയായി ഇപ്പോൾ ന്യൂ ഡൽഹി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതല്ലാതെ ഇനിയൊരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഡൽഹിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോ വിഷ്വൽസും കണ്ടു കഴിഞ്ഞാൽ
ഒരിക്കലും ഫുള്ളായി കാണാൻ തോന്നില്ല. ഓരോരുത്തരുടെ തലയിലുണ്ടായിരുന്ന മുറിവുകൾ, ഓരോരുത്തരുടെ തല്ലി ചതക്കുന്ന വീഡിയോസ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൊണ്ട് അടക്കി പിടിക്കാൻ പറ്റില്ല. ഇത്രത്തോളം വലിയ പ്രൊട്ടസ്റ്റാണോ അത്? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ചെറുതായിരിക്കും നിങ്ങൾക്ക്. ബട്ട് നിങ്ങൾ പറ്റിയ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുക, യൂട്യൂബിലും അവൈലബിൾ ആണ്. ബട്ട് മാക്സിമം എൻ്റെ ഒരു ഒപ്പീനിയൻ ബേസിട്ട് അത് കാണാതിരിക്കണമെന്നായിരിക്കും നല്ലത്. കാരണം നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര ലെവലായിട്ടാണോ ഇന്ത്യൻ്റെ ഉള്ളിൽ ന്യൂ ഡൽഹിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. ഒരു മനുഷ്യരെ തല്ലുന്നതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ലെവൽസ്, അവരുടെ തലയിൽ വെട്ട്, കൈ കാലെല്ലാം തല്ലി ചതച്ചുകൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ഈ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ 14 വയസ്സായിട്ടുള്ള ഒരു ചെക്കൻ, പേര് വന്നിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ആവശ്യമില്ല, നമുക്ക് പേരിലല്ല കാര്യം. വീടിനുള്ളിൽ ഇരുന്നിട്ട് പുറത്ത് വരുന്ന സമയത്ത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ തിരക്ക്, കുറേ പേര് ഓടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു 14 വയസ്സായിട്ടുള്ള ഒരു ബോയ് വന്നിട്ട് താഴെ വീഴുന്നു. ഡൽഹിയിൽ നിന്നാണ് താഴെ വീണിട്ട് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണീക്കണ സമയത്ത് തന്നെ പിന്നാലെ ആരോ വെടി വെക്കണു. ആ വെടി വന്നിട്ട് അവൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് കൊണ്ടതിന് ശേഷം എത്രയോ രാവിലെ സംഭവിക്കണു, ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 11 മണി ഈ ഒരു സമയത്ത് സംഭവിക്കണു. വൈകുന്നേരം വരെ ആ ഒരു ബോയിനെ, ആ ഒരു 14 വയസ്സായ ചെക്കനെ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതിനുശേഷം കുറച്ച് പേര് കൊണ്ടുപോയി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു. ഇപ്പോൾ ഓക്കെ എന്നുള്ളൊരു കണ്ടീഷൻ. സോ ഇത് നിങ്ങൾ പല ന്യൂസുകളിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പം മാക്സിമം ഇന്ത്യ എന്നല്ല, ഇന്ത്യയുടെ പുറത്തടക്കം ഇൻ്റർനാഷണൽ ലെവലിലടക്കം ഇപ്പം ന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലുള്ള ഈ ഒരു പ്രശ്നമാണ്. സോ മനുഷ്യത്വം, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈസി ആയിട്ട് ഒരാൾ വന്നിട്ട് ഒരു മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് അടി ഉണ്ടാക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം കേരളത്തിലെ കുറച്ച് മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് കേരളത്തിൽ. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നണമെന്നുള്ള കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്തോളൂ. ബട്ട് എന്നാലും ഇപ്പോൾ ഡൽഹിയിലത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യർ വന്നിട്ട് മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും ഒരാളിനെ കൊല്ലുന്ന അത്ര ലെവലിലെത്താനുള്ള ഈ ഒരു കാര്യം ഒരിക്കലും ആവശ്യമില്ല. സോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലീൻ്റെ അടുത്ത്, വീട്ടുകാരുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പറയുക, മനുഷ്യത്വം, ജാതിയും മതവും നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമാണ്, മനുഷ്യരുണ്ടാക്കിയ കാര്യം മാത്രമാണ്. ബട്ട് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. നമ്മളെക്കൊണ്ട് വിചാരിച്ച കഴിയാത്തൊന്നുമില്ല. കേരളത്തിൽ ഒരിക്കലും ഇത് ഈസി ആയിട്ട് വരില്ല ഇങ്ങനെ ഒരു പ്രശ്നം. സാധാരണ ഇതൊരു മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മെയിനായിട്ട് തമിഴ് മൂവീസിലൊക്കെ മെയിനായിട്ട് കണ്ടിട്ടുണ്ടാവും. ആൻഡ് മലയാളം മൂവിയിലും ചിലതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നല്ല, ചിലപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല. ബട്ട് എന്നാലും ഇപ്പോൾ ആ മൂവീസ് നടക്കുന്ന അതേ റിയാലിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ, ന്യൂ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓവറോൾ പറ്റുന്ന അത്ര ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഒത്തൊരുമയില്ലാത്ത ഈ ഒരു അവസ്ഥയിലെത്താൻ ഡൽഹിക്ക് സാധിച്ചുവെങ്കിൽ, ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, ഇത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റ്സിലൂടെ കടന്നു വന്ന് കേരളത്തിലെത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഇതിനെ തടഞ്ഞു നിർത്തുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. ജാതിയും ഇല്ല, മതവും ഇല്ല, മനുഷ്യരാണ് നമ്മൾ. ജാതിയും മതമൊക്കെ വേണം, എല്ലാമേ ഒരു ലിമിറ്റിന് വേണം. അത് അതിര് കടന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല. ജാതിയും മതവും വേണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ജാതിയും മതവും നമ്മുടെ ജീവിതത്തിൽ വേണം. ബട്ട് എല്ലാത്തിലും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാൻ, ഒരു മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും ജീവൻ എടുക്കാനുള്ള ആ അത്ര ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനും ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. സോ പറ്റുന്നത്ര ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അവർക്ക് അറിയിക്കുക ഡൽഹിയിൽ ഇത്ര വലിയ പ്രോബ്ലം നടക്കുന്നുണ്ട്. ബട്ട് എന്നാലും മനുഷ്യത്വത്തിന് വേണ്ടി, ഇന്നത്തെ മനുഷ്യത്വത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒട്ടാകെയുള്ള മനുഷ്യത്വത്തിന് വേണ്ടി, ഇപ്പം മറ്റുള്ള കൺട്രിയുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്, ഏറ്റവും കൂടുതൽ മതത്തിൽപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ജീവിക്കുന്നത്. സോ ഇത്രയും ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ വന്നിട്ട് അത്രത്തോളം യൂണിറ്റിയോടുകൂടി, എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചിരുന്നതായിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും, എല്ലാ ഭാഷയിൽപ്പെട്ടവരും, എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഒന്നിച്ച് ജീവിച്ചായിരുന്നു. ബട്ട് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോ എന്നാൽ പോലും നമ്മളെക്കൊണ്ട് പറ്റും. മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും ഇനിയൊരു ജീവനും പോകാൻ പാടില്ല, ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ ഇനിയൊരു ജീവൻ പോകാൻ പാടില്ല എന്നുള്ളൊരു പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പറ്റുന്നത്ര ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. നിങ്ങൾ 4 പേർക്ക് പറഞ്ഞു കൊടുക്കണം തോറും വേറെ 4 പേർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ചെയിൻ ലൂപ്പ് പോലെ ഇതൊരു എല്ലാവരിലും തന്നെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ ഇപ്പോൾ ഒത്തൊരുമ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ, ന്യൂ ഡൽഹിയിൽ ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു. ബട്ട് ഇപ്പോൾ ഒത്തൊരുമ ഓവറോൾ ഇല്ലയെന്ന് പറയില്ല, ഒരിക്കലും ഇതൊരു ഹിന്ദു മുസ്ലിം ഒരു സന്ദർശനമായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് അതിൽ ചിലർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കാരണം വന്നതാണ്. സോ പറ്റുന്നത്ര ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് അടുത്തതിനൊരു ടോപ്പിക്കിൽ വന്ന് കാണാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ ചെയ്തോളൂ. ആൻഡ് അടുത്തതിനൊരു ടോപ്പിക്കിൽ വന്ന് കാണാം. ജയ് ഹിന്ദ്.